ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബ്രൈഡ് ടു ബി തീമിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് തന്നെ 1 കപ്പ് ചോക്ലേറ്റിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുക, അതിലോട്ട് 2 ടേബിൾ സ്പൂണ് പൗഡേർഡ് ഷുഗറും ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ചോക്ലേറ്റ് ഗനാഷ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് സ്റ്റിഫ് പീക്കാവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് ഇവിടെ നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്, അതിലോട്ട് 1 ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗർ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. സ്റ്റിഫ് പീക്കാവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഞാൻ 3 എഗ്ഗ് വെച്ചിട്ട് ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്, അത് നോക്കിയിട്ട് ഉണ്ടാക്കുക. എന്നിട്ട് 3ആയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ടേൺ ടേബിൾ മേലെ കേക്ക് പീസ് വെക്കുക, അതിന് മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കിയിട്ട് ഫസ്റ്റ് ലെയർ വെക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒന്ന് ഫോർക്ക് കൊണ്ട് കുത്തിക്കെടുക്കുക കേട്ടോ, ഷുഗർ സിറപ്പൊക്കെ ഉള്ളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്യുക, പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ് സ്പ്രെഡ് ചെയ്യുക. അത് വേണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഇങ്ങനെ കട്ട് ചെയ്തതും ചേർക്കുന്നുണ്ട്. പിന്നെ അടുത്ത ലെയർ വെക്കുക, എഗെയിൻ നമ്മൾ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കുക, പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ചോക്ലേറ്റിൻ്റെ പീസ് ഇടുന്നതിന് മുമ്പ് തന്നെ അടുത്ത ലെയർ ഓഫ് കേക്ക് വെച്ച് പോയി. പിന്നെ ഞാൻ അതെടുത്ത് മാറ്റി, എന്നിട്ട് ചോക്ലേറ്റിൻ്റെ പീസസ് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ലെയർ വെച്ച് കൊടുത്തു. എന്നിട്ട് ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് ആക്കി കൊടുത്തു. ഇനി കുറച്ച് ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ക്രം കോട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് കുറച്ച് സമയം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി വൈറ്റ് വിപ്പിംഗ് ക്രീം കൊണ്ട് ഫുള്ളായിട്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കുക. എൻ്റെ അത് അത്രയും പെർഫെക്റ്റ് ആവലില്ല, ഏകദേശമൊക്കെ ആവലേ ഉള്ളൂ. പിന്നെ ഞാനൊന്ന് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്ലവേഴ്സ്, പിങ്ക് ഫ്ലവേഴ്സ് വരച്ചു, പിന്നെ കുറച്ച് ലീവ്സും വരച്ചു കൊടുത്തു കേട്ടോ. ഡെക്കറേഷൻ അത്ര ഇങ്ങോട്ട് പെർഫെക്റ്റ് ആവലില്ല, കാരണം എപ്പോഴെങ്കിലും മാത്രമാണ് കേക്ക് ഉണ്ടാക്കൽ, അപ്പോൾ ഇങ്ങോട്ട് റെഡി ആയിട്ടില്ല. പിന്നെ ഞാൻ ബ്രൈഡ് ടു ബീന്ന് ഒരു ഗ്രീൻ കളർ കൊണ്ട് എഴുതിയും കൊടുത്തു. അപ്പോൾ അടിപൊളിയാണ്, എല്ലാവരും ട്രൈ ചെയ്യാം.